നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 22 മുതൽ 31 വരെയുള്ള ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളും അവ മൂലം ഉണ്ടാകുന്ന മേന്മകളും കോട്ടങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം ഈ വിശാഖം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതം ഒന്ന് അടുക്കും ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും എന്തൊക്കെ കാര്യങ്ങൾ ഇവര് ശ്രദ്ധിക്കണമെന്നും ഇവർക്ക് മനസ്സിലാകുന്നതാണ്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ഒരു ഫലമാണ്. സ്ത്രീക്കും പുരുഷനും വെവ്വേറെ നമ്മൾ ഫലമായിട്ട് പറയുന്നില്ല, പൊതുവായിട്ടുള്ള ഒരു ഫലമായിട്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ, വിശാഖം നക്ഷത്രത്തിൽ പിറന്ന 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പ്രത്യേകമായിട്ടൊരു ശ്രദ്ധയൊക്കെയുള്ള ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ചെറിയ കുട്ടികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദമേറുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ചുറ്റുമുള്ളവര്, മാതാപിതാക്കളടക്കം സുഹൃത്തുക്കളടക്കം ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണ്. ഭാവിയെക്കുറിച്ച് ഒരുപാട് ആദ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ്. പുതിയ കോഴ്സുകളൊക്കെ എങ്ങനെ എന്നൊക്കെയുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ്. മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് അധിക ഭാരം നിങ്ങൾ നൽകാതിരിക്കുക. എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരിക. കൂടുതൽ അവരിലേക്ക് ചില കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക. ചില ആളുകളുടെ ഇഷ്ടങ്ങൾ ഈ വിശാഖം നക്ഷത്രക്കാരിലേക്ക്, വിദ്യാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവരുടെ ഭാവിക്ക് ഒട്ടും സുരക്ഷിതത്വമല്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വളരെ ധൈര്യപൂർവ്വം നേരിടുവാനും വരുന്ന കാര്യങ്ങളെ അതിന്റെ ഉചിതമായിട്ടുള്ള രീതിയിൽ നേരിടുവാനും പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവരേണ്ടത് ചുറ്റുമുള്ളവരുടെ കടമയാണ്. വിശാഖം നക്ഷത്രക്കാരില് ജനിച്ചവർക്കൊക്കെ സാമ്പത്തികമായിട്ട് മേന്മ ഉണ്ടാകുമെങ്കിലും അധിക ചെലവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. സാമ്പത്തികം പല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെങ്കിൽ അതേ രീതിയിൽ അമിതമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ സാമ്പത്തികം നിങ്ങൾ ദൂർത്തടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ചില വിള്ളലുകളൊക്കെ കാണുന്ന ഒരു സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊരു അടിപിടി കേസിലൊക്കെ ചെന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മാനസികമായിട്ട് നിങ്ങളൊന്ന് തയ്യാറെടുക്കേണ്ടതാണ്. ചില പ്രണയങ്ങളൊക്കെ പ്രശ്നത്തിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രണയിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 22-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഒന്ന് ശ്രദ്ധിക്കണം. പോലീസ് കേസിലേക്കൊക്കെ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവേദികളിൽ വെച്ചൊക്കെ നമ്മൾ അപമാനിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നാൽ നമ്മൾക്ക് വലിയ സ്വീകാര്യതയൊന്നും കിട്ടില്ല എന്നറിയാവുന്ന പൊതുവേദികളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. നമ്മള് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരായതുകൊണ്ട് ചില വേദികളിലൊക്കെ നമ്മൾ ചെല്ലുന്നതാണ്. അങ്ങനെയുള്ള വേദികളൊക്കെ ഒഴിവാക്കി വിടേണ്ടതാണ്. നമ്മൾക്ക് വില കിട്ടില്ല എന്നറിയാമെങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മളുടേതായ മനസ്സിന് ഒരു സംതൃപ്തി നൽകുവാനായിട്ട് പോകാറുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ വില കിട്ടാതെ നിങ്ങൾ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാനസികമായിട്ട് വളരെയധികം സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾക്ക് തന്നെ സ്വയം ഒഴിവാക്കാവുന്നതാണ്. ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നിങ്ങളുടെ സംസാരം വളരെ കുറയ്ക്കുക. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വാഗ്വാദത്തിലേർപ്പെട്ട് വലിയ ശത്രുത വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇത് തന്നെയാണ് പ്രണയത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ നിന്നായിരിക്കും ഇത് തുടങ്ങുന്ന. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകരുവാനുള്ള ഒരു സാധ്യതയും ഇതിൽ നിന്നാണ്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദമേറുന്ന ഒരു സമയമാണ്. അത് നക്ഷത്രങ്ങളുടെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല ഒരു ശോഭനമായ സ്ഥലത്തല്ല ഇപ്പോൾ വിശാഖം നക്ഷത്രക്കാരുടെ താരകാസ്ഥിതി നിൽക്കുന്നത്. ഇത് മറികടക്കുവാനായിട്ട് വിശാഖം നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രത്തിന്റെ ബീജമന്ത്രം എന്നും രാവിലെ 7 മുതൽ 108 തവണ വരെ ജപിച്ചുകൊണ്ട്, ചെറിയ ശബ്ദത്തിൽ ജപിച്ചുകൊണ്ട് ഉണരുന്നത് വളരെ നല്ലതാണ്. ബീജമന്ത്രം നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. എല്ലാവരും അത് നോക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകുക. നിങ്ങൾ ഏറ്റവും പറ്റിയൊരു കാര്യം, നിങ്ങൾ
ഒരു യാത്ര പോകാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. 1-2 ദിവസമൊക്കെ നമ്മളുടെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി, എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത്, നമ്മൾ ആരെയും പേടിച്ചല്ല ഒഴിഞ്ഞു മാറി പോകുന്നത്, എല്ലാം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കളയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എല്ലാത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ചില ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിച്ചേക്കാം, നിങ്ങൾ ഒഴിഞ്ഞു മാറി പോകുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ വളരെ നല്ലതായിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഒഴിഞ്ഞു മാറി പോവുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ വിശാഖം നക്ഷത്രക്കാർ എല്ലാവരും മാർച്ച് 22 മുതൽ 31 വരെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ള അഭിപ്രായം. അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുക. അത് ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ട് ഏത് മതത്തിലാണോ, ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, ആ ദൈവത്തിലും മതത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ, നമ്മളുടെ കാര്യങ്ങൾ ചിന്തിക്കാതെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് അന്നേ ദിവസം കഴിയുക. സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ കഴിയുക. ശാരീരികമായിട്ട് വ്രതം എടുക്കാൻ കഴിയില്ലെങ്കിൽ വെജിറ്റബിൾ മാത്രം കഴിച്ചോ, ഫ്രൂട്ട്സ് മാത്രം കഴിച്ചോ ഒക്കെ അന്നേ ദിവസം മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വിശാഖം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.